ഹലോ എവരിവൺ, തേങ്ങാപ്പാൽ എടുക്കാതെയും തേങ്ങ വറുത്തരയ്ക്കാതെയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മീൻ കറി ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അറയ്ക്കമീനാണ്. 1 കിലോളം അറയ്ക്കമീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടുന്നത് ചെറുള്ളി, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കുടംപുള്ളി, കറിവേപ്പിലയാണ്. അപ്പോൾ ആദ്യം ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറുള്ളി ഞാനൊരു 10-15 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇഞ്ചി 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. 1 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു മീൻചട്ടി എടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാകും. കളർ മാറോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. നമ്മൾ ചെറുള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു കളർ കിട്ടാനായിട്ട് ഒരു 1.5 ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി നമുക്കിതൊന്ന് ചൂടാക്കി മൂപ്പിച്ചെടുക്കാം ഈ പൊടികളെല്ലാം. അപ്പോൾ ഫ്ലെയിം ലോയിലാണെന്ന് ഉറപ്പ് വരുത്തുക, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായി ഈ പൊടികളൊന്ന് മൂത്ത് വരുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഈ പൊടികളെല്ലാം അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം നമുക്ക്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, അത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് ഈ മസാലയൊക്കെ ആയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ കുടംപുളിയും കറിവേപ്പിലയും നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിവിടെ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ച് നമുക്ക് അത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടാം കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരട്ടെ. കറി ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ലേശം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചുവന്നുള്ളി നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാൽ മതിയാകും. അതിനുശേഷം അത് നമ്മൾ ഈ മീനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.